നിരന്തരം ലഹരി പാർട്ടികൾ പെൺകുട്ടികളെ ലഹരിക്കടിമയാക്കുന്നു. റിമ കല്ലിങ്കലിനും ആഷിഖ് അബുവിനുമെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ. നടി റിമ കല്ലിങ്കലിനും ഭർത്താവും സംവിധായകനുമായ ആഷിഖ് അബുവിനുമെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി ഗായിക സുചിത്ര രംഗത്തെത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ മുൻപ് നടന്ന മയക്കുമരുന്ന് റെയ്ഡുകളിൽ നടി റിമ കല്ലിങ്കലും അന്നത്തെ കാമുകനായിരുന്ന ആഷിഖ് അബുവിനുമെതിരെയാണ് ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തൽ. ഇത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്കാണ് കളമൊരുക്കിയിരിക്കുന്നത്. ഏറെക്കാലമായി സിനിമാ ലോകത്തെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം ഉയരുന്നത്. റിമ കല്ലിങ്കൽ നിരന്തരം വീട്ടിൽ വെച്ച് ലഹരി വിരുന്നുകൾ നടത്താറുണ്ടെന്ന വെളിപ്പെടുത്തലിന്റെ ഞെട്ടലിലാണ് സോഷ്യൽ മീഡിയ. എന്തുകൊണ്ട് റിമയ്ക്കും ആഷിഖിനുമെതിരെ അന്വേഷണം നടക്കുന്നില്ലെന്നും റിമയുടെ കരിയർ തകർത്തത് ലഹരി ഉപയോഗം മൂലമാണെന്നും കൊച്ചിയിലെ വീട്ടിൽ നടി ലഹരി പാർട്ടികൾ നടത്താറുണ്ടെന്നുമുള്ള ഗുരുതര ആരോപണങ്ങളാണ് സുചിത്ര ഉന്നയിച്ചിരിക്കുന്നത്. ലഹരി പാർട്ടികളിൽ പെൺകുട്ടികളും യുവാക്കളും ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടെന്നും സുചിത്ര ആരോപിക്കുന്നു. SS മ്യൂസിക്കിന്റെ ഒരു ചർച്ചയ്ക്കിടയിലാണ് ഗായിക സുചിത്ര റിമയ്ക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഒരു പാർട്ടിയിലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കൾ അവിടെ ഉപയോഗിച്ചിരുന്നുവെന്ന് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും ഇത്തരത്തിൽ പെൺകുട്ടികളെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കുന്ന പാർട്ടികൾ നടത്തിയ റിമ വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആരും ചോദ്യം ചെയ്യുന്നില്ലെന്നും ഗായിക പറഞ്ഞു. റിമയുടെ വീട്ടിലെ പാർട്ടിയിൽ എത്ര പെൺകുട്ടികൾ പങ്കെടുക്കുന്നുവെന്ന് അറിയാമോ എന്ന് ചോദിച്ച സുചിത്ര തനിക്ക് ആദ്യം ഇത്തരം കാര്യങ്ങൾ റിമയെക്കുറിച്ച് കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. റിമയുടെ വീട്ടിലെ പാർട്ടിയിൽ പങ്കെടുത്ത ചില മലയാളം ഗായകർ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ അലോസരപ്പെടുത്തുന്നതായി തന്നോട് തുറന്നു സമ്മതിച്ചിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ആഷിഖ് അബു രംഗത്ത് വന്നിരുന്നത് ശ്രദ്ധേയമായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിഷയങ്ങളിൽ നേതൃത്വം മൗനം പാലിച്ചെന്നും ഇത് കുറ്റകരമായ മൗനമാണെന്നുമുള്ള വിവരം വ്യക്തമാക്കിക്കൊണ്ട് ആഷിഖ് ഫെഫ്കയിൽ നിന്നും രാജിവെക്കുകയും ചെയ്തു. ഫെഫ്ക കമ്മിറ്റി പിരിച്ചുവിടണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ആഷിഖ് അബുവിന്റെ രാജി തമാശയായാണ് തോന്നിയത് എന്നായിരുന്നു ഫെഫ്കയുടെ മറുപടി. എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് സിനിമാ ലോകത്ത് നടക്കുന്ന എല്ലാവിധ കൊള്ളരുതായ്മകളും പുറത്തു കൊണ്ടുവന്ന ഒരു ശുദ്ധി കലശത്തിന് കാരണമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.